മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപം വൻതോതിൽ MDMA-യുമായി തൃശൂർ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. 36-കാരനായ റിനിൽ രാജനാണ് 1/2 കിലോയിലധികം MDMA-യുമായി പാലക്കാട് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. KSRTC ബസ്സിൽ കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് ലഹരിമരുന്ന് കടത്താനായിരുന്നു ശ്രമം. സൂചന കിട്ടിയ പ്രകാരം നമ്മൾ കുറച്ച് ശക്തമാക്കി. 2-3 ദിവസം ഫുൾ റാൻഡമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സാധനം കിട്ടിയത്. ഇതിപ്പം ഈ കോൺട്രാബാൻഡ് 1/2 കിലോ ഉണ്ട്, 1/2 കിലോയ്ക്ക് മേളിലുണ്ട്. അതായത് 0.538 ഗ്രാമുണ്ട്. 1/2 കിലോ 538 ഗ്രാമുണ്ട്. മെത്താണ്. സച്ചിൻ പള്ളിക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സച്ചിൻ, വലിയ ഒരു അളവിലാണ് ഈ മയക്കുമരുന്ന് പിടിച്ചിട്ടുള്ളത്. കാരണം 1/2 കിലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ്. എന്തായാലും ഈ പ്രതിയിലേക്ക് ഈ എക്സൈസ് എത്തിയത് എങ്ങനെയാണ്? ഏത് തരത്തിലായിരുന്നു പരിശോധന? രജീഷ്, ഇന്ന് രാവിലെ 9:30യോടുകൂടിയാണ് പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിൽ വെച്ച് എക്സൈസ് സംഘം റെനിൽ രാജിനെ പിടികൂടുന്നത്. പ്രധാനമായും കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന MDMA, അതായത് 1/2 കിലോയിലധികം MDMA-യുമായാണ് റെനിൽ രാജിനെ എക്സൈസ് സംഘം പിടികൂടിയത്. പാലക്കാട് എറണാകുളത്തേക്ക് പോകുന്ന KSRTC ബസ്സിൽ നിന്നാണ് 36 വയസ്സുള്ള റെനിൽ രാജിനെ എക്സൈസ് സംഘം പിടികൂടുന്നത്. ചില്ലറ വിൽപ്പനക്കായാണ് കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് MDMA കൊണ്ടുപോകുന്നത് എന്നാണ് നിലവിൽ എക്സൈസ് സംഘത്തിന് ലഭിച്ച വിവരം. നിലവിൽ മറ്റ് സ്റ്റേഷനുകളിലും മറ്റ് കേസുകളും ഉണ്ടോ എന്ന കാര്യമൊക്കെ എക്സൈസ് സംഘം പരിശോധിക്കുകയാണ്. പ്രധാനമായും ഈ റെനിൽ രാജിനെ മറ്റ് സംഘാംഗങ്ങൾ, അതായത് ഗോവയിലടക്കം ജോലി ചെയ്തിരുന്ന ആണ് റെനിൽ രാജ്. അതിനാൽ തന്നെ മറ്റ് സംഘാംഗങ്ങളുമായി, വിദ്യാർത്ഥികളെ കൂടാതെ മറ്റ് കടത്തു സംഘാംഗങ്ങളുമായി ബന്ധമുണ്ടോ എന്ന കാര്യമെല്ലാം എക്സൈസ് സംഘം ഊർജിതമായി അന്വേഷിച്ചു വരികയാണ്. എന്തായാലും നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് എക്സൈസ് സംഘം റെനിൽ രാജിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം തുടർന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് എക്സൈസ് സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്.